സുഖമായിട്ട് വരട്ടെ, എന്നിട്ട് ബാക്കി പണിയാം. രാജേഷ് കുറുപ്പിന് കാശ് കൊടുക്കുന്ന കാര്യത്തിൽ വല്ല തീരുമാനമായോ? ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഭാഗ്യശാലിയാകേണ്ടവർ ഇപ്പോൾ തന്നെ ധനശ്രീ വാങ്ങുക. ടിക്കറ്റ് ഒന്നിന് 20 രൂപ മാത്രം. ഒന്നെടുക്കട്ടെ? വേണ്ട. കാരുണ്യ? വേണ്ട. നാളെ നറുക്കെടുക്കുന്ന കേരള സർക്കാരിന്റെ സൂപ്പർ ബമ്പർ. വേണ്ട. നാളെയാണ് നാളെ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ. സൂപ്പർ ബമ്പർ ബമ്പർ. മാടുപക്ഷി വരുന്നുണ്ട്, രക്ഷപ്പെട്ടുപോയ. ആഹാ, കുറുപ്പേട്ടനോ? വാ, കയറിയിരിക്കെ. മോനേട്ടൻ പുറത്തേക്ക് പോയിരിക്ക, ഇപ്പൊ എത്തും. വേണ്ട, ഇരിക്കാനൊന്നും നേരെയല്ല. മോളുടെ കല്യാണത്തിന്റെ 100 കൂട്ടം തിരക്കില്ല. ചേട്ടന്റെ കാശ് സെറ്റിൽ ചെയ്യാനുള്ള ഓട്ടത്തില. മിക്കവാറും ഉടനെ റെഡിയാവും. ഞാൻ അക്കാര്യം പറയാനാ കയറിയത്. മോഹനായതുകൊണ്ടാണ് ഞാൻ ആ കാശ് കൊടുത്തത്. ഇതുവരെ എന്റെ ഭാര്യ പോലും അറിഞ്ഞിട്ടില്ല. ടെൻഷൻ ഒന്നും വേണ്ട, ഏറിയ 2 ദിവസം. പെണ്ണിന്റെ കല്യാണം ആയതുകൊണ്ട് ഇരുന്നിട്ട് ഇരിപ്പ് വരുന്നില്ല. നിക്ക് മോനെ. എന്താ പാറുമേ? അയ്യോ മോനെ, എന്ത് ചെയ്യാനാ? കാല് കൊത്തി പിടിച്ചിട്ട് നടക്കാൻ വയ്യ. വാദമാണെന്നാ തോന്നുന്നേ. എനിക്ക് കുഴമ്പും എണ്ണയും മേടിക്കാൻ ഒരു 100 രൂപ തരുവോ? തരാം, പക്ഷേ പാറോമ എന്നെ ഒന്ന് സഹായിക്കണം. കുഞ്ഞിനെ ഞാൻ എങ്ങനെ സഹായിക്കാനാ? പാറോമ ഈ നാട്ടിലെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി രഹസ്യങ്ങൾ കണ്ടുപിടിക്കുന്ന ആളല്ലേ. 7 ലക്ഷം രൂപ പലിശയ്ക്ക് തരാവുന്ന ആരെങ്കിലും പാറോമയ്ക്ക് അറിയാമോ? ഇത്ര വലിയ സംഖ്യ ആർക്കാ കുഞ്ഞെ? എനിക്ക് തന്നെയാ പാറോമേ. കടം മേടിക്കാതെ വേറെ മാർഗമില്ല. ആയിരങ്ങൾ കടം കൊടുക്കുന്നവരുണ്ട്, പക്ഷെ ലക്ഷങ്ങളൊന്നും പലിശയ്ക്ക് കൊടുക്കുന്നവർ എന്റെ അറിവിലില്ല മോനെ. ശരി പാറോമേ, ഇപ്പൊ ഇത്രേ ഉള്ളൂ. സന്തോഷം മോനെ. ഉപദേശിക്കാണെന്ന് തോന്നല്ലേ. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പറയുക. കുഞ്ഞേ, കട ഒരു കുരുക്ക. രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ പിടയും തോറും മുറുകുന്ന ഒരു കുരുക്ക്. അറിഞ്ഞുകൊണ്ട് ആ കെണിയില് തല വെക്കല്ലേ മോനെ. അറിയാൻ പാറോമേ, പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു മാർഗം മാത്രമേ എന്റെ മുന്നിലുള്ളൂ. കുറുപ്പേട്ടൻ വന്നിരുന്നു. ആകെ വാലെ തീപിടിച്ച മാതിരിയാ നടക്കുന്നേ. 2 ദിവസത്തിനുള്ളിൽ ശരിയാവും ഞാൻ പറഞ്ഞു. നീ എന്ത് കണ്ടിട്ടാ അത് ഉറപ്പിച്ചു പറഞ്ഞത്? അയാളെ സമാധാനിപ്പിക്കാനാ ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ മറ്റന്നാളെങ്കിലും കാശ് കിട്ടിയില്ലെങ്കിൽ അയാൾ പ്രശ്നം ഉണ്ടാക്കും. സുധാകരേട്ടന്റെ കാര്യം എന്തെങ്കിലും അറിഞ്ഞോ? അയാളെ പറ്റി ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? നമ്മുടെ ഒരു ഗതികേട് നോക്കണേ. വസ്തുവിന്റെ ആധാരം പണയം വെച്ചാ ഈ വീട് വാങ്ങിയത്. ഇനി അതിന്റെ കടം എന്തായി? തീരാറായോ? അതും തവണ മുടങ്ങിക്കിടക്ക. മാനേജർ പരിചയക്കാരനായതുകൊണ്ട് ജപ്തി നീട്ടിക്കൊണ്ടു പോവാ. കാലക്കേടനെടുത്ത് ചാടിയും പോയി. എല്ലാം കൂടി കേട്ടിട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. സമ്പാദിച്ചതോ പോയിട്ട് കടവും വാങ്ങി വല്ലവനും വീട് പണിഞ്ഞു കൊടുത്തു. ഇപ്പൊ നമ്മൾ വഴിയാധാരാവുന്ന ലക്ഷണോ? എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും ഈശ്വരൻ. അതും പ്രദേശത്തോണ്ട് ഇവിടെ ഇരുന്നു. ഇപ്പൊ മോഹനകൃഷ്ണൻ വന്ന റോഡ് എങ്ങനെയുണ്ട്? എന്താ ഇപ്പൊ ടാറിങ് കഴിഞ്ഞതേ ഉള്ളൂ? അതാണ് എന്റെ ജോലിയുടെ ഒരു പ്രത്യേകത. എന്ത് ചെയ്താലും അതിനോടൊരു പ്രതിബദ്ധത ഉണ്ടാവണം, ഒരു കമ്മിറ്റ്മെന്റ്. നമ്മുടേതാണെന്ന് ഒരു ഉൾവിളി. ഞാനിത് ടാർ ചെയ്തിട്ടേ 7 വർഷമായി. എനിക്കൊരിക്കലും ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആക്ച്വലി ഇറ്റ്സ് എ സർപ്രൈസ്. എനിക്ക് കുറെ കോൺട്രാക്ടർമാരെ പരിചയമുണ്ട്. എല്ലാവരും സ്വാർത്ഥരാ. പലപ്പോഴും പല റോഡുകളും വർഷം 2 പ്രാവശ്യം ടാറിടേണ്ട ഗതികേടില്ല. അതിനൊക്കെ എത്ര പാറമലകളാണ് ഇടിച്ചു പൊളിക്കേണ്ടത്. മോഹന്റെ ആവശ്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരച്ഛന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം പുര നിറഞ്ഞു നിൽക്കുന്ന മോളുടെ വിവാഹം തന്നെയാണ്. സർക്കാർ ഒന്ന് കനിഞ്ഞു കിട്ടിയ എനിക്ക് ഏത് നിമിഷവും മോഹനെ സഹായിക്കാൻ കഴിയും. അപ്പൊ ഞാൻ 2 ദിവസം കഴിഞ്ഞ് വന്നാലോ? ഒരു വിരോധമില്ല. ബില്ല് മാറിയാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. കയ്യിലിരുന്നതെല്ലാം വഴിയാധാരമായി. അയ്യോ, അതങ്ങനെ? എല്ലാം റോഡിന് വേണ്ടി മുടക്കിയിരിക്കല്ലേ. ഇനി ഞാനൊന്നും പറയുന്നില്ല. മറ്റന്നാൾ ഞാനിങ്ങ് വരും. അത് വേണ്ട മോഹൻ, ഞാൻ ഓഫീസുകൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കല്ലേ. പൈസ വന്ന ഉടൻ ഞാൻ അങ്ങോട്ട് വിളിച്ചിരിക്കും. ശരി. അനന്തമായൊരു കാത്തിരിപ്പ്.
കുട്ടികളെ ഇന്ന് ക്ലാസ് ഇല്ല, നിങ്ങൾ പോയിക്കോളൂ. എന്താ ഇന്നൊന്നും നടന്നില്ലേ? ഇനി ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ പോമഴിയേ ഉള്ളൂ. അതെന്താ? സുലൈമാൻ. അയ്യോ, അത് വേണ്ട. ഇപ്പൊ നമ്മളെ രക്ഷിക്കാൻ അവനേ കഴിയൂ. എത്ര വലിയ തുകയാണെങ്കിലും അവൻ തരും. ചില പേപ്പറുകൾ ഒപ്പിട്ട് കൊടുത്താൽ മതി. ഒരു പരിചയവും വേണ്ട. അത് വേണ്ട, അവനൊരു പിശാച. അതിന് നീ അവനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവൻ ചെറ്റയാണെങ്കിലും തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാൻ അവന്റെ സഹായം കൂടിയേ തീരൂ. നമ്മൾ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം തകരരുത്. ആ ശാപത്തിന്റെ ഫലം നാളെ നമ്മളെ മക്കൾ അനുഭവിക്കരുത്. എന്തു പറഞ്ഞാലും ശരി, ശരിക്കൊന്ന് ആലോചിച്ചിട്ട് അയാളുടെ അടുത്തേക്ക് പോയാൽ മതി. അല്ലാതെ എരുതിയിലേക്ക് എണ്ണ ഒഴിക്കാൻ ഞാൻ അനുവദിക്കില്ല. നമുക്കൊരു വഴി കൂടി ഒന്ന് ആലോചിച്ച് നോക്കാം. എന്ത് വഴി? ഞാൻ കാണാനുള്ളവരെയൊക്കെ കണ്ടു കഴിഞ്ഞു. ആർക്കും സഹായിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറയില്ല. എല്ലാവർക്കും അതിനുള്ള സാഹചര്യം ഇപ്പൊ ഇല്ലാത്തതുകൊണ്ടാ. സുധാകരൻ സുഖമായി തിരിച്ചു വരും. അയാളുടെ നിന്ന് കാശ് വാങ്ങിച്ച് സുലൈമാന്റെ ഏർപ്പാടും തീർക്കാം. അതുവരെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. എന്നാലും എനിക്ക് വല്ലാതെ പേടിയാവുന്നു. വിഷമിക്കാതിരിക്കടോ, നമുക്ക് നേരെയാക്കാം. ഞാനല്ലേ പറയുന്നേ. എന്താ സാറേ ജോലിക്കൊക്കെ? ഞാൻ നമ്മുടെ സുലൈമാന്റെ വീട്ടിലേക്കാ. ഇവിടെ എവിടെ അയാൾ താമസിക്കുന്നത്? സുലൈമാനോ? എന്താ സാറേ കാര്യം? എല്ലാരും സുലൈമാനെ കാണുന്ന എന്തിനാ? കുറച്ച് പൈസയുടെ കാര്യം സംസാരിക്കാൻ. എന്താ സാറ് അവന്റെ കാശ് പോലും വാങ്ങിയിട്ടുണ്ടോ? വാങ്ങിയിട്ടില്ല, വാങ്ങാനാ. എന്റെ സാറേ, നിങ്ങളുടെ തലയ്ക്ക് വല്ല ഭ്രാന്തുണ്ടോ? അവന്റെ കാശ് കടം വാങ്ങിയ ഭേദം വല്ല കടലിലും പോയി ചാടുന്നതാ. ഇതിലെ നേരെ എന്നിട്ട് ഇടത്തോട്ടൊരു വഴിയുണ്ട്. നമസ്കാരം. ഞാൻ മറ്റത്തിൽ മോഹനകൃഷ്ണൻ. കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു. താൻ എത്രയാ ഉദ്ദേശിക്കുന്നേ? ഒരു 10 ലക്ഷം കിട്ടിയാ കൊള്ളായിരുന്നു. 2 മാസത്തെ കാലാവധിക്ക്. എന്റെ പെട്ടി എവിടെ ഇരിപ്പുണ്ട്? അതും കിടക്ക. ആ പിന്നെ കാശിനൊക്കെ ഭയങ്കര ടൈറ്റാ. ഞാനൊരു 5 ലക്ഷം രൂപ തന്നെ വിശ്വസിച്ച് അങ്ങ് തരും. ഇൻട്രസ്റ്റും ചേർത്ത് 2 മാസം കഴിയുമ്പോൾ 7 ലക്ഷം രൂപ ഒരുമിച്ച് തരാൻ കഴിയുമെങ്കിൽ ദേ ഇപ്പൊ കാശങ്ങ് തരാം. എന്തു പറയുന്നു? ശരി. ദേ വാ കുമാറല്ലേ, എന്നെ അറിയാലോ. ആ ദേ പറയരുത്. കാശിനൊക്കെ ഭയങ്കര ടൈറ്റാണേ. വാങ്ങുമ്പോ സന്തോഷാ. ദേ എവിടെ ഒപ്പിട്ടെ. വാങ്ങുമ്പോ എല്ലാരും ഭയങ്കര സന്തോഷത്തിലാ. ആ തന്റെ പേന വേണ്ട, എന്റെ പേന കൊണ്ട് ഒപ്പിട്. അതൊക്കെ മാറ്റേ. ദേ ഇതുകൊണ്ട് ഒപ്പിട. ഈ ധൃതി കാണണം പൈസ തരാൻ നേരത്ത്. സുലൈമാൻ അല്ലെങ്കിൽ പാമ്പാണ്, അത് ഓർത്തു വെച്ചോ. ഒപ്പിട്ടോ. 1ഉം 2ഉം രൂപയല്ലല്ലോ, മോഹനൻ. സന്തോഷമായിട്ട് പോയിട്ട് വാ. പിന്നൊരു കാര്യം, എന്റെ സമയത്തിന് പൈസ തന്നില്ലെങ്കിൽ അറിയാലോ. താൻ പോയിക്കോ. ഓ സൂറ, ഈ പെട്ടിയെടുത്ത് അകത്ത് വെച്ചേ. മോഹനോ? വാ. കല്യാണത്തിന് ക്ഷണിക്കാനുള്ളവരുടെ ലിസ്റ്റാ. താനിരിക്കെ. പിന്നെ എങ്ങനെയൊക്കെയായി? ഒരു പരുവത്തിന് റെഡിയാക്കി. താനെങ്ങനെ കാശരം ചെയ്യുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. കുറുപ്പേട്ട, പണമില്ലെങ്കിലും മോഹൻ അഭിമാനം നഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ആകെ കുടുങ്ങിയിരിക്കുക. അയാൾ ആശുപത്രിയിൽ നിന്ന് വന്ന തന്റെ ഏർപ്പാടൊക്കെ